നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി മേഖലയിൽ ഡെങ്കിപ്പനി വ്യാപകമാകുന്നു. കൂടുതൽ രോഗബാധിതർ ഓങ്ങല്ലൂരിലാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒറ്റപ്പാലം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂരിൽ പരിശോധന നടത്തി. ഡെങ്കിപ്പനി ഭീഷണി നേരിടുന്ന ഓങ്ങല്ലൂരിലെ കാരക്കാട് പ്രദേശത്ത് ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത്. വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ പ്രദേശത്ത് പ്രവർത്തിച്ചുവരുന്ന ആക്രി സംഭരണശാലകൾ ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ ക്രമാതീതമായി പെറ്റുപെരുകുന്നതിന് കാരണമാകുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പരിശോധന. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ഗ്രാമപഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെയും പ്രവർത്തിച്ചുവരുന്ന ഒട്ടനവധി ആക്രി വ്യാപാര കേന്ദ്രങ്ങൾ നിലവിലുണ്ടെന്ന് സംഘം കണ്ടെത്തി. ആരോഗ്യ, റവന്യൂ, LSGD വകുപ്പുകളുടെ സംയുക്ത പരിശോധന വരും ദിവസങ്ങളിൽ ഊർജിതമാക്കാൻ തീരുമാനിച്ചു. ആക്രി വ്യാപാരം സംരക്ഷിച്ചുകൊണ്ട് തന്നെ അനധികൃത ആക്രി വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സബ് കളക്ടർ അറിയിച്ചു. ജില്ലാ പകർച്ചവ്യാധി സർവലൻസ് ഓഫീസർ ഡോക്ടർ ഗീതു, ഓങ്ങല്ലൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ, പട്ടാമ്പി തഹസിൽദാർ TP കിഷോർ, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KB രമ്യ, മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. തുടർന്ന് പഞ്ചായത്തുകളിൽ ഇതുമായി ബന്ധപ്പെട്ട അധികൃതരുടെ യോഗവും ചേർന്നു. നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്യുകയുണ്ടായി. വാട്സാപ്പ് വഴിയൊക്കെ സ്പ്രെഡ് ചെയ്താൽ മതി. വാട്ട് ടു ഡു, എന്താണ് പ്രിക്കോഷൻസ് വേണ്ടത്, ഇൻഡോർ സ്പ്രേയിങ് തന്നെ ശ്രമിക്കുക. സഹകരണമില്ലെങ്കിൽ പഞ്ചായത്തിനെ ഇൻഫോം ചെയ്യുക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദം യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ. പിന്നെ മൂന്നാമത്തത് റിപ്പോർട്ടാണ്. ഓൾ യൂണിറ്റ് ഷുഡ് ബി എന്യൂമറേറ്റഡ്. അതിൽ പെർമിഷൻ ഉള്ളത്, ഇല്ലാത്തത്, ആൻഡ് അതിൻ്റെ ഉടമസ്ഥർ ആരാണ്, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലാൻഡ് ഓണറും ലാൻഡിൻ്റെ എക്സ്റ്റൻറ്റും PCB അവരുടെ ടെക്നിക്കൽ എഫിഷ്യൻസി, ലൈക്ക് വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ദിസ് തിങ് ആൻഡ് വാട്ട് ആർ ദ ലൈക്ലി വാട്ടർ, എയർ, വിച്ച് ഓൾ സോഴ്സസ് ക്യാൻ ഗെറ്റ് പൊല്യൂട്ടഡ്. ഹെൽത്ത് ഓൾസോ ക്യാൻ ഗെറ്റ് ഇൻപുട്ട്. ജനറൽ ആയിട്ടുള്ള. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ഇനീഷ്യേറ്റീവ് ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിന്റെ കാലപ്പഴക്കം ചെന്ന മതിൽ മഴയിൽ കുതിർന്ന് തകർന്നു. ഞായറാഴ്ച പുലർച്ചെയാണ് മതിൽ തകർന്നത്. 20 മീറ്ററോളം മതിൽ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് വീണു. ഏകദേശം 70 വർഷത്തോളം പഴക്കം ചെന്ന സ്കൂൾ മതിലാണ് തകർന്നു വീണത്. അവധി ദിവസമായതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. വിവരമറിഞ്ഞ PTA പ്രസിഡന്റ് VN ബിനു, PTA വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് അംഗവുമായ VS ശിവാസ്, HM E ബാലകൃഷ്ണൻ എന്നിവർ സ്ഥലത്തെത്തി അധികൃതരെ വിവരമറിയിച്ചു. മതിൽ തകർന്നതോടെ അയൽപ്പക്കത്തുള്ള വീടും അപകട ഭീഷണിയിലാണ്. വീടിന്റെ സുരക്ഷയ്ക്കായി മഴ നനയാതിരിക്കാൻ ടാർപ്പായ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് മതില് തകർന്നു വീണു. 12 മണിയോളം ആയിട്ടുണ്ട് രാത്രി തകർന്നു വീഴുമ്പോൾ. അപ്പോൾ ഇന്നലെ കാലത്ത് തന്നെ ഞങ്ങളെത്തി. PTA വൈസ് പ്രസിഡന്റ് ശിവാസും ഞാനും കൂടെ എത്തി. അപ്പോൾ HM എത്തിയപ്പോഴേക്കും അങ്ങനെ വില്ലേജ് ഓഫീസറെ ഫോണിൽ നേരിട്ട് ബന്ധപ്പെട്ടു. വാർഡ് മെമ്പർ കൂടെ ആയിട്ടുള്ള PTA വൈസ് പ്രസിഡന്റ് അതിൻ്റെ ചിത്രങ്ങളൊക്കെ എടുത്ത് വില്ലേജ് ഓഫീസർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ വില്ലേജ് ഓഫീസറായിട്ട് PTA പ്രസിഡന്റ് നിലയ്ക്ക് ഞാൻ സംസാരിച്ചു. നാളെ ഓഫീസ് ടൈമിന് മുൻപ് തന്നെ എത്തി റിപ്പോർട്ട് തഹസിൽദാർക്ക് കൈമാറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തി, വാർഡ് മെമ്പർ ആനയിച്ച് എത്തി. അവരെല്ലാം എത്രയും പെട്ടെന്ന് നാളെ തന്നെ പഞ്ചായത്ത് ബോർഡ് എല്ലാവരും വിളിച്ചു ചേർത്ത് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. സ്കൂളിന് എന്താ പ്രശ്നം വെച്ചാൽ, മണ്ഡലത്തിൽ തന്നെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ 488ഓളം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. വിവരമറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, വാർഡ് മെമ്പർ ആനി ബിനു എന്നിവർ സ്ഥലം സന്ദർശിച്ചു. തിങ്കളാഴ്ച സ്കൂളിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പഞ്ചായത്ത് അധികൃതർ അടിയന്തര യോഗം ചേരും. സ്കൂൾ അധികൃതരും പങ്കെടുക്കും. ആരോഗ്യമേഖലയിലെ മുഴുവൻ സേവനവും ഒരു കുടക്കീഴിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കി അൻപോടെ തൃത്താല പരുതൂർ ചാപ്റ്റർ മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. കേരളത്തിലെ വിവിധ മേഖലയിലെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനം കൊണ്ട് മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നായി മാറിയെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. കൂറ്റനാട് നടത്തിയ മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാനാകാത്തവരുടെ ആവശ്യം പരിഗണിച്ചാണ് പരുതൂരിൽ ക്യാമ്പ് സംഘടിപ്പിച്ചതെന്നും മന്ത്രി പറഞ്ഞു. തൃത്താല മേഖലയുടെ പൊതുവികസനത്തിന് പുറമെയാണ് മണ്ഡലത്തിൽ 3 പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുന്നത്. സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ച് നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താലയ്ക്ക് സാർവദേശീയ തലത്തിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റാനായത് പദ്ധതിയുടെ വിജയമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്ന എൻലൈറ്റ് തൃത്താല മുഖേന 30 ലക്ഷം സ്കോളർഷിപ്പ് നൽകാനായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തീരുമാനിച്ചത് ഇവർ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് രജിസ്ട്രേഷൻ കണ്ടപ്പോൾ മനസ്സിലായി. കൂറ്റനാകെ വന്ന അത്രയും ആളുകൾ പരുതൂർ പഞ്ചായത്തിൽ നിന്ന് മാത്രം ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനൊരു ക്യാമ്പ് ഇവിടെ അനിവാര്യമായിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ
സ്വാഗത പ്രസംഗത്തിൽ മുതൽ പറഞ്ഞതുപോലെ കേരളത്തിലെ വിവിധ മേഖലകളിലെ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാർ, ഡോക്ടർ ജോ ജോസഫിനെ പോലെ, ഡോക്ടർ സുനിൽ പിഷാരടിയൊക്കെ പോലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർ, 200-ലധികം ഡോക്ടർമാരുടെ സേവനം നമുക്കിവിടെ ലഭിക്കും. കേരളത്തിലെ മികച്ച ആശുപത്രികളുടെ സേവനം ഇവിടെ ലഭിക്കും. അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ വിപുലമായൊരു സേന തന്നെ ഇവിടെ നമ്മോടൊപ്പമുണ്ട്. അതുകൊണ്ട് നേരത്തെ ഇവിടെ ആരോ പറഞ്ഞു, ഈ കുടിക്കുന്ന പരിസരം ഇന്നൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി മാറിയിരിക്കുകയാണ് എന്ന്. പരിശോധനകൾക്ക് എക്കോ കാർഡിയോഗ്രാം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ഇത് എൻ്റെ കൂറ്റനാട്ട ക്യാമ്പ് നടത്താൻ എനിക്ക് തന്നെ നേരിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവിടെയും മെഡിക്കൽ ക്യാമ്പിൽ സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ കെ സൂര്യനാരായണൻ അധ്യക്ഷനായി. ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോ ജോസഫ് മുഖ്യാതിഥിയായി. അൻബോഡി തൃത്താല പ്രസിഡന്റ് ഇ സുഷമ ആമുഖ പ്രഭാഷണം നടത്തി. ലഹരിയും മാനസികാരോഗ്യവും എന്ന വിഷയത്തിൽ മനോരോഗ വിദഗ്ധ ഡോക്ടർ ദയ പാസ്കൽ ക്ലാസ് എടുത്തു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം വി.പി. ഷാനിബ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷൈമ ഉണ്ണികൃഷ്ണൻ, വാർഡ് മെമ്പർ പി. ശ്രീനിവാസൻ, മെഡിക്കൽ ഓഫീസർ പി. സിദ്ദിഖ്, അൻബോഡെ തൃത്താല പി.എ. സുനിൽ ഖാദർ, സംഘാടക സമിതി കൺവീനർ പി. സുധീർ, ജോയിന്റ് കൺവീനർ വി.പി. ഹരിനാരായണൻ, ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 7000-ഓളം പേർ പള്ളിപ്പുറം ബാങ്ക് ഹാളിലും പരുതൂർ ലൈബ്രറിയിലുമായി നടന്ന ക്യാമ്പിൽ ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി വിഭാഗങ്ങളായി 125 ഡോക്ടർമാരുടെയും 200 സപ്പോർട്ടിംഗ് സ്റ്റാഫുകളുടെയും സേവനം ലഭ്യമായിരുന്നു. സൗജന്യമായി മരുന്നുകൾ ലഭ്യമാക്കാനും ലാബ് പരിശോധനകൾ തത്സമയം നടത്താനും സൗകര്യമൊരുക്കിയിരുന്നു. ദന്തൽ, കണ്ണ് ചികിത്സയും മൊബൈൽ ക്ലിനിക്കും ക്യാൻസർ നിർണയ പരിശോധനയും ക്യാമ്പിലുണ്ടായിരുന്നു. ഓങ്ങല്ലൂർ മഞ്ഞുളങ്ങൽ മേഖലയിൽ മോഷണം വ്യാപകം. കഴിഞ്ഞ ദിവസം ആളില്ലാത്ത വീട് കുത്തി തുറന്ന് പണവും സാധന സാമഗ്രികളും മോഷണം പോയി. ഓങ്ങല്ലൂർ മഞ്ഞളുങ്ങൽ പോരോക്കര ശ്രീസദനിൽ മുരളീധരന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. മുരളീധരനും കുടുംബവും ചെന്നൈയിലാണ് താമസം. രാവിലെ വീട് വൃത്തിയാക്കാൻ ജോലിക്കാരി എത്തിയപ്പോഴാണ് വാതിൽ കുത്തി തുറന്ന നിലയിൽ കണ്ടത്. തുടർന്ന് അയൽക്കാരെ വിവരമറിയിച്ചു. പട്ടാമ്പി പോലീസും സ്ഥലത്തെത്തി. പരിശോധനയിൽ മുൻവാതിലിന്റെ പൂട്ട് തകർത്ത് വാതിൽ പൊളിച്ച നിലയിലായിരുന്നു. മുറികളിലെ അലമാരകൾ കുത്തിത്തുറന്ന് വലിച്ചു വാരിയിട്ടിരുന്നു. അലമാരയിൽ സൂക്ഷിച്ച 8000 രൂപയും നിലവിളക്കുകളും സ്റ്റൗ ബർണറുകളും ബാത്റൂമിലെ സ്റ്റീൽ പൈപ്പുകളും മോഷണം പോയി. കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രദേശത്ത് നിരവധി മോഷണങ്ങളാണ് നടന്നത്. പണി നടക്കുന്ന വീടുകളുടെ വയറിംഗ് സാധനങ്ങൾ മോഷണം പോയതായി നേരത്തെ പരാതിയുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും വീട് കുത്തിത്തുറന്നുള്ള മോഷണം നടന്നിരിക്കുന്നത്. കർഷക സംഘം കോതച്ചിറ വില്ലേജ് സമ്മേളനം CPM പെരിങ്ങോട് ലോക്കൽ കമ്മിറ്റി ഹാളിൽ നടന്നു. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് യു അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് അനിൽ കച്ചേരി അധ്യക്ഷത വഹിച്ചു. C ബാലകൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും V മോഹനൻ അനുശോചന പ്രമേയവും സെക്രട്ടറി KV പരമേശ്വരൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി A കുട്ടിനാരായണൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ VV ബാലചന്ദ്രൻ, V ഗംഗാധരൻ, കർഷക സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി VP രാജൻ, ട്രഷറർ KA ഷംസു തുടങ്ങിയവർ സംസാരിച്ചു. കോതച്ചിറ വില്ലേജ് പ്രദേശത്തെ മുതിർന്ന കർഷകരായ സേതുമാധവൻ കരുമത്തിൽ, ദാസൻ കാട്ടിൽമാടം, മാധവൻ മണാളത്ത്, ഭാസ്കരൻ കൽപ്പാലത്തിങ്കൽ, ബാലൻ നായർ ഓടത്ത്, ശങ്കരൻ തൊഴുക്കാട് എന്നിവരെ ആദരിച്ചു. പുതിയ ഭാരവാഹികളായി അനിൽ കച്ചേരി പ്രസിഡന്റ്, KV പരമേശ്വരൻ സെക്രട്ടറി, വേണുഗോപാൽ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. മാത്രം അന്ന് ഉത്തരേന്ത്യയിൽ നടന്നിട്ടുള്ള നിരവധി കർഷക സമരങ്ങൾ, പോരാട്ടങ്ങളെ വിശദാംശത്തിലേക്കൊന്നും പോകുന്നില്ല. കാരണം നമുക്ക് ഉത്തരം തന്നെ ഈ സമ്മേളനം അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ കേരളത്തിലും സമാനമായ രീതിയിലുള്ള കർഷക സംഘങ്ങൾ രൂപം കൊള്ളുകയുണ്ടായി. അത് ഓരോ പ്രദേശത്തും ഓരോ രൂപത്തിലാണ്. ഇപ്പൊ മലബാറിൽ ഒരു മലബാർ കർഷക സംഘം രൂപീകരിക്കുകയുണ്ടായി. കുളച്ചേരിയിൽ കേരളീയൻ, അതൊരു വിഷ്ണു ഭാരതീയൻ തുടങ്ങിയവർ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു സംഘം വേറെ രൂപീകരിക്കുകയുണ്ടായി. തിരുക്കൊച്ചിയിൽ C അച്യുതമേനോന്റെ നേതൃത്വത്തിൽ ഒരു കർഷക പ്രസ്ഥാനം രൂപം കൊണ്ടു. തിരുവിതാംകൂറിൽ മറ്റൊരു കർഷക പ്രസ്ഥാനം രൂപം കൊണ്ടു. ആലപ്പുഴയിൽ കർഷക തൊഴിലാളികൾ സംഘടിക്കുകയുണ്ടായി. നാട്ടികയിൽ ഒരു കർഷക പ്രസ്ഥാനം രൂപം കൊണ്ടു. ആലപ്പുഴയിൽ കർഷക സംഘം രൂപം കൊണ്ടു. അപ്പൊ ഇങ്ങനെ കേരളത്തിലും വ്യത്യസ്ത രീതിയിലുള്ള കർഷക സംഘടനകൾ രൂപം കൊള്ളുകയുണ്ടായി. ഇതിനൊക്കെ ഒരു ആവേശമുണ്ടാക്കിയ ഒരു സംഭവം എന്ന് പറയുന്നത് 1917 റഷ്യയിൽ നടന്ന വിപ്ലവമാണ്. അല്ലെ, റഷ്യയുടെ തന്നെ മാത്രം ലോകത്തിന്റെ തന്നെ ചരിത്രം മാറ്റി എഴുതിയ ഒന്നായിരുന്നു 1917 റഷ്യയിൽ നടന്നിട്ടുള്ള സോഷ്യലിസ്റ്റ് വിപ്ലവം.
അരുണിമ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സ്ത്രീകളുടെ സംഗമം തൃത്താല ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. സ്ത്രീകളിലെ വിളർച്ച കണ്ടെത്തുവാനും പരിഹരിക്കുവാനുമായി തൃത്താല പഞ്ചായത്തും തൃത്താല ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അരുണിമ. പഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ അധ്യക്ഷനായി. ഈ പദ്ധതിയുടെ പ്രകാശനവും പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് പാലക്കാട് അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ യോഗ ഡാൻസ് അവതരിപ്പിച്ച ടീമിലെ അംഗങ്ങൾക്കുള്ള അനുമോദനവും നടന്നു. കപ്പൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രസീദ ക്ലാസ് നയിച്ചു. ചടങ്ങിൽ ഗുണഭോക്താക്കൾക്കുള്ള രക്തപരിശോധനയും വൈദ്യപരിശോധനയും മരുന്ന് വിതരണവും നടന്നു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റും സംയുക്തമായി പട്ടാമ്പിയിൽ താലൂക്ക് തല അദാലത്തും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. നഗരസഭാ ഹാളിൽ വെച്ചായിരുന്നു ചടങ്ങ്. പട്ടാമ്പി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റും സംയുക്തമായി പട്ടാമ്പി നഗരസഭാ ഹാളിൽ കുട്ടികൾക്കും ബാലനീതി നടപ്പാക്കുന്ന കർത്തവ്യവാഹകർക്കുമായി താലൂക്ക് തല ബാലനീതി നിയമ ബോധവൽക്കരണ അദാലത്ത് സംഘടിപ്പിച്ചു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രയാസമായ ഒരു കാലഘട്ടമാണ്, പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് കുട്ടികൾ എന്ന് പറയുന്നത് ഒരു സുരക്ഷിതമല്ലാത്ത മേഖലയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ പോലും കുട്ടികൾക്ക് സുരക്ഷിതത്വമുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കാത്ത കാലഘട്ടം. വളരെ പ്രയാസമുള്ള ഈ കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. എന്നാൽ നമ്മൾ കുട്ടികളെ വിശ്വസിച്ച് സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞയക്കുന്ന വഴികൾ, അതോടൊപ്പം തന്നെ സ്കൂളിൽ എത്തിപ്പെട്ടാത്ത സാഹചര്യങ്ങൾ എല്ലാം വളരെ വിഷമകരമാണ്. വീടിനകത്തുള്ള വീടിനകത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ മുമ്പൊക്കെ കൂട്ടുകുടുംബമായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാളല്ലെങ്കിൽ ഒരാൾ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു. ഇന്ന് ആ കാലഘട്ടമൊക്കെ മാറിയാണ് കുടുംബങ്ങളായി മാറി. അതുകൊണ്ട് തന്നെ ഒരു കുടുംബം പുലരണമെങ്കിൽ അച്ഛൻ്റെയും രണ്ട് രക്ഷിതാക്കളുടെ എല്ലാവരുടെയും അധ്വാനം കൊണ്ട് ഇന്ന് ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പൊ രണ്ടുപേരും ജോലിക്കാരാവും. കുട്ടികള് അവരുടേതായ രീതിയിൽ ഒക്കെയാണ് ജീവിതങ്ങൾ വരുന്നത്. അവരെ ശ്രദ്ധിക്കാൻ സമയവും കിട്ടുന്നില്ല, ആളുകളും കിട്ടും. CWC പാലക്കാട് ജില്ലാ ചെയർമാൻ MV മോഹനൻ അധ്യക്ഷനായി. 2 സെക്ഷനുകളിലായി സംഘടിപ്പിച്ച പരിപാടിയിൽ ബാലനീതി നിയമവും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും എന്ന വിഷയത്തിൽ ജില്ലാ CWC അംഗങ്ങളായ സൗമ്യ എലിസബത്ത് സെബാസ്റ്റ്യൻ, NN പ്രഭ എന്നിവർ സംസാരിച്ചു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുന്നിലെത്തുന്ന രേഖകളുടെയും റിപ്പോർട്ടുകളുടെയും ഗുണത വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ CWC അംഗം M സേതുമാധവൻ സംസാരിച്ചു. പാലക്കാട് ചൈൽഡ് ഹെൽപ്പ് ലൈൻ കേസ് വർക്കർ C രജിത, CWC ADEO ഋതു രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ പരാതികൾ സ്വീകരിച്ചു. തുടർന്ന് പൊതുജനങ്ങൾക്കും കുട്ടികൾക്കുമായി ബോധവൽക്കരണം ലക്ഷ്യമിട്ട് പാലക്കാട് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ 2 ഹ്രസ്വചിത്രങ്ങളുടെ വീഡിയോ ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. ബാലവേലയ്ക്കും ബാലഭിക്ഷാടനത്തിനുമെതിരായുള്ള 10 രൂപ, കുട്ടികളുടെ വാഹന ഉപയോഗം തടയുന്നതിനായി തയ്യാറാക്കിയ DL-18 എന്നീ ഹ്രസ്വചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. പാലക്കാട് ചൈൽഡ് ഹെൽപ്പ് ലൈൻ സൂപ്പർവൈസർ TD അനിത സ്വാഗതവും ചൈൽഡ് ഹെൽപ്പ് ലൈൻ സൂപ്പർവൈസർ അശ്ലിൻ ഷിബു നന്ദിയും പറഞ്ഞു. കാടും മലയടിവാരങ്ങളും വിട്ട് വാനരന്മാർ ഇപ്പോൾ ജനവാസ പ്രദേശങ്ങളിലേക്കും എത്തിത്തുടങ്ങി. പട്ടിത്തറ പഞ്ചായത്തിലെ കോക്കാട് മേഖലയിൽ വാനരശല്യം രൂക്ഷമാണ്. കണ്ണൊന്നു തെറ്റിയാൽ വീടുകൾക്കുള്ളിലാണ് വാനരന്മാരുടെ വിളയാട്ടം. ഒറ്റയായും രണ്ടെണ്ണമായുമെല്ലാം എത്തുന്ന ഇവ പിന്നെ ഭക്ഷണ സാധനങ്ങളും മറ്റ് വസ്തുക്കളും അടിച്ചു മാറ്റും. ഇത് കാരണം ദുരിതത്തിലാണ് പല വീട്ടുകാരും. വീടിന് പുറത്ത് വാർപ്പിന് മുകളിലുമെല്ലാം ഉണക്കാനിടുന്ന ധാന്യങ്ങളും ഇവർ അടിച്ചു മാറ്റി ഭക്ഷിക്കുകയാണ്. തളി മഹൽ ജുമാ മസ്ജിദ് കമ്മിറ്റി സംഘടിപ്പിച്ച ആദരണീയം 2025 ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത് മുഖ്യാതിഥിയായി. SSLC +2 ഡിഗ്രി LSS USS സമസ്ത പൊതുപരീക്ഷാ വിജയികൾക്ക് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ENT വിഭാഗം മേധാവിയും പാലിയേറ്റീവ് കെയർ നോഡൽ ഓഫീസറുമായ ഡോക്ടർ PV അജയൻ അവാർഡ് ദാനം നിർവഹിച്ചു. ഷാഹുൽ K പഴുനാന മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. HIM സ്വദർ മുവല്ലിം അബ്ദുൽ സമദ് അൻവരി പ്രാർത്ഥന നിർവഹിച്ചു. തള്ളി മഹൽ ഖത്തീബ് മുഹമ്മദ് മുഫീദ് ഫൈസി അനുഗ്രഹ പ്രഭാഷണം നടത്തി. മഹൽ പ്രസിഡന്റ് VU അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. മഹൽ സെക്രട്ടറി TM നാസർ സ്വാഗതവും മഹൽ ട്രഷറർ TA അബൂബക്കർ നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായ VU അഹമ്മദ്, VM ഫാറൂഖ് സക്കാഫി, TM അയൂബ്, KS അലി, NS അബ്ദുൽ റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഇവിടെ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കില്ല. ഉദ്ദേശിച്ചാൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അങ്ങനെ കണ്ണിൻ്റെ കൂടുതലെല്ലാം മുകളിലേക്ക് പോകും. വേറെ തുടങ്ങാൻ പോകണം ഉദ്ദേശം. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റവും എല്ലാം നടത്തുന്ന കൂട്ടത്തിൽ നമ്മുടെ നാട്ടിൽ അരുതാത്ത കുറേ കാര്യങ്ങൾ വാർത്തയായി വന്നുകൊണ്ടിരിക്കുന്നു. അത് ആ വാർത്തയായി വരുന്നത് രക്ഷിതാക്കൾ അമിതമായ വിശ്വാസം നമ്മളിൽ വെച്ചതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ ശ്രദ്ധകളുണ്ടാവും. നമ്മൾ എത്തുന്ന പുതിയ കൂട്ടുകെട്ട് അല്ലെങ്കിൽ പോയി എത്തുന്ന സ്ഥലങ്ങളിലെ പുതിയ കൂട്ടുകെട്ട് നമ്മളെ എങ്ങോട്ട് നയിക്കണം എന്ന് തിരിച്ചറിവ് ദയവ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കണം. അത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ MLA നിലയ്ക്ക് എൻ്റെ വീട്ടിൽ ധാരാളം ആളുകൾ കാണാറുണ്ട്. അതിൽ വലിയ നല്ലൊരു പങ്കും രക്ഷിതാക്കൾ അവരുടെ സങ്കടം ഇറക്കി വയ്ക്കാനാണ്. സങ്കടം ഭൂമി വിഷയമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ഷേമപ്രവർത്തന ഭാഗമായി പറയാനുള്ള ഒരു ചെറിയ ഭാഗമാണ്. പക്ഷെ മറ്റൊരു ഭാഗം ബഹുമാനപ്പെട്ട ഷാഹുൽ സാർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് PH മുഹമ്മദ് ഷഫീഖ്, അതുപോലെ ശബ്ദം ശ്രമിക്കുന്ന വേദിയിലുള്ള സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഈ വേദി വളരെ മനോഹരമായ വേദിയാണ്. ഒരു വിദ്യാർത്ഥികളുടെ അതിപ്രധാനപ്പെട്ട പബ്ലിക് എക്സാമുകളുടെ കടന്നുകൊണ്ട് ഉന്നത വിജയം നേടിക്കൊണ്ട് നമ്മുടെ മക്കൾ ഇരിക്കുമ്പോൾ ആ മക്കൾക്ക് കൂടുതൽ മോട്ടീവാകാൻ. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് KSSPU ഓങ്ങല്ലൂർ യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി O മോഹൻദാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ചാണ് KSSPU ഓങ്ങല്ലൂർ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. നവാഗതർക്കുള്ള സ്വീകരണവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി O മോഹൻദാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. 2013 സർക്കാർ അതല്ലേ തീരുമാനിച്ചത്. ഇവിടെ ആലുവയിലൊന്നും ഇത് നടപ്പിലാക്കുന്നതാണ് തീരുമാനിച്ചിരുന്നത്. ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കേണ്ടത് തീരുമാനിച്ച സംസ്ഥാനമായിരുന്നു. 2013 ആയപ്പോ ഏപ്രിൽ മുതൽക്ക് അന്നത്തെ സർക്കാർ എന്ത് ചെയ്തു? ഇവിടെയും അത് നടപ്പിലാക്കി. അതേപോലെ അത് വലിയ പ്രശ്നമാണ് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം. ഇനി പത്രങ്ങളിലൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പെൻഷൻകാർക്ക് മറ്റ് ആനുകൂല്യങ്ങളൊന്നുമില്ല. നിങ്ങൾ പെൻഷൻ പറ്റുമ്പോൾ എന്ത് പെൻഷൻ കിട്ടുന്നു ആ പെൻഷനേ ഉള്ളൂ. പിന്നെ DA വർധനയില്ല, മറ്റേ വർധനകളൊന്നുമില്ല, പരിഷ്കരണമില്ല, മാറ്റലും ആ ഒരു അവസ്ഥയിലേക്ക് ആൾക്കാർ പോവുക. അതുകൊണ്ട് വളരെ ശക്തമായി നമ്മൾ എതിർക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? കേന്ദ്രത്തിൽ ഈ കഴിഞ്ഞ മാർച്ച് 25-ാം തീയതി നമ്മുടെ ധനകാര്യ ബില്ലിന്റെ ഭേദഗതിയായി കൊണ്ടുവന്ന ഈ കേരള സിവിൽ സർവീസ് പെൻഷൻ പരിഷ്കരണ ചട്ടങ്ങൾ അത് മാറ്റേണ്ടതാണ്. നമ്മളതിന് പ്രക്ഷോഭം. അതാണ് ഒരു കാര്യം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ പെൻഷൻ പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങള് സമയബന്ധിതമായിട്ട് നമുക്ക് ഈ ജൂലൈ കഴിഞ്ഞ 2024 ജൂലൈ 1 മുതൽ അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണം എന്ന് യൂണിറ്റ് പ്രസിഡന്റ് KV ഹരിദാസൻ അധ്യക്ഷനായി. KM ഗംഗാധരൻ, AP മുരളി, M രാമചന്ദ്രൻ, MS വിജയൻ, M കമലം, KM നന്ദകുമാർ, അജിത തുടങ്ങിയവർ സംസാരിച്ചു. 2024 ജൂലൈ 1 മുതൽ പെൻഷൻ പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും കുടിശ്ശികയായ ക്ഷാമാശ്വാസ ഗഡുകൾ അനുവദിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളും കൺവെൻഷൻ ഉന്നയിച്ചു. കൂറ്റനാട് ആമക്കാവ് കാരക്കാട് കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ ദേവി ഭാഗവത നവയജ്ഞത്തിനും പ്രതിഷ്ഠാ ദിനത്തിനും തുടക്കമായി. ജൂൺ 22 ഞായറാഴ്ച ആരംഭിച്ച ചടങ്ങുകൾ ജൂലൈ 3 വ്യാഴാഴ്ച സമാപിക്കും. ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. O വേണുഗോപാൽ കുന്നംകുളമാണ് യജ്ഞാചാര്യൻ. ജൂലൈ 3 വ്യാഴാഴ്ച പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ നടക്കും. ചടങ്ങുകളുടെ ഭാഗമായി ശങ്കരകൃഷ്ണ പുതുവാളും സംഘവും അവതരിപ്പിക്കുന്ന മേളം ഉച്ചയ്ക്ക് 12-ന് ദേവിയുടെ പിറന്നാൾ സദ്യ എന്നിവ ഉണ്ടാകും. ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ മുഴുവൻ ദിവസങ്ങളിലും പ്രഭാത ഭക്ഷണവും പ്രസാദ ഊട്ടും ഒരുക്കിയിട്ടുണ്ട്. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.